ഹായ്, വെൽക്കം ടു പ്രെപ്സ്കി. HSST എക്സാം ഓൺലി ബാച്ച്. നമ്മൾ HSSTയുടെ എക്സാം ഓൺലി ബാച്ച് അനൗൺസ് ചെയ്തത് മുതൽ പലവിധ സംശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാം. ഈ ഒരു സമയം കൊണ്ട് ഇത്രയും എക്സാമുകൾ നമുക്ക് എഴുതി തീർക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ? ഇതിൻ്റെ ഉള്ളിൽ എങ്ങനത്തെ തരം എക്സാമുകളുണ്ട്? ഇതിൽ എന്തെല്ലാം തരം അനാലിസിസുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്കുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാം ഉള്ളി ബാച്ച് എന്താണ്, എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇതിലൂടെ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഒരാഴ്ച നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്, എന്തെല്ലാമാണ് ഒരാഴ്ചത്തെ സ്റ്റഡി പ്ലാൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ, ഇതുകൂടി നമുക്ക് നോക്കാം. ആദ്യം, എന്താണ് എക്സാം ഓൺലി ബാച്ച്? ഒരു മത്സര പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന പ്രശ്നം പഠിക്കുന്നതിനോടൊപ്പം തന്നെ എക്സാം ഹാളിൽ എങ്ങനെ ഞാൻ ഇത് പ്രസന്റ് ചെയ്യും, ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ ആ ഒരു ക്ലിപ്തത വെച്ചിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഈ OMR ഷീറ്റിലേക്ക് എനിക്ക് പകർത്താൻ സാധിക്കും. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നെഗറ്റീവ് മാർക്കുകൾ കുറയ്ക്കണം, അറിയുന്ന ഭാഗം കൂടുതൽ നന്നായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എക്സാമുകൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ എക്സാം ഓൺലി ബാച്ചുകൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പല സ്ഥലങ്ങളിൽ പഠിക്കുന്നവരായിരിക്കാം, നിങ്ങൾ സ്വയമേ പഠിക്കുന്നവരായിരിക്കാം, അങ്ങനെ പല ആളുകൾ ഉണ്ടായിരിക്കാം. നമ്മുടെ നോർമൽ ബാച്ചിൽ വരുന്ന, റെഗുലർ ബാച്ചിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ എക്സാം ഓൺലി ബാച്ച് അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇനി നിങ്ങൾക്ക് എക്സാം ആണ് കൂടുതൽ വേണ്ടത് എങ്കിലാണ് നിങ്ങൾ ഈ എക്സാം ഓൺലി ബാച്ചിലേക്ക് നോക്കേണ്ടത് അല്ലെങ്കിൽ പ്രിഫർ ചെയ്യേണ്ടത്. എങ്ങനെയാണ് എക്സാം ഓൺലി ബാച്ച്, എന്തെല്ലാമാണ് എക്സാം ഓൺലി ബാച്ചിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ എക്സാം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഏകദേശം ഒരു 60 ദിവസം കൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് നമ്മൾ ഈ എക്സാം ഓൺലി ബാച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ 60 ദിവസം കൊണ്ട് ഇത്ര വലിയൊരു സിലബസ്, ഇത്ര വലിയൊരു ടോപ്പിക്കുകൾ ഇതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം വലിയ സിലബസ് ഉണ്ട്. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സാധിക്കാം. അപ്പോൾ ഈ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു 60 ദിവസം കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ ടോട്ടൽ സിലബസിനെ നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ ഇത്ര ഭാഗങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മൾ വിഭജിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ 60 ദിവസം കൊണ്ട് നമുക്ക് ഈ സിലബസിലെ എക്സാമുകൾ എഴുതി തീർക്കാൻ സാധിക്കും എന്ന് തന്നെ ഉറപ്പിക്കുക. അപ്പോൾ 60 ദിവസം കൊണ്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഈ 60 ദിവസം കൊണ്ട് ഇതിൽ എന്തെല്ലാം വരും എന്ന് നമുക്ക് നോക്കാം. ആദ്യം, ഡെയിലി ടോപ്പിക് എക്സാമുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് സ്റ്റഡി പ്ലാൻ ആയിട്ട് തന്നിട്ടുണ്ടാവും. അത് വെച്ച് നിങ്ങൾ പഠിച്ച് ഓരോ ദിവസവും ടോപ്പിക് എക്സാം. ഈ ടോപ്പിക് എക്സാം എന്ന് പറയുമ്പോൾ അന്നത്തെ സബ്ജക്റ്റും, അതായത് ഒരു ദിവസം തന്നത് എന്താണോ അതായിരിക്കാം. അതിൽ സബ്ജക്റ്റ് ഉണ്ടാവാം, ചിലപ്പോൾ സബ്ജക്റ്റും അതോടൊപ്പം ജനറൽ പാർട്ടും ഉണ്ടാകാം. രണ്ടും മിക്സ് ചെയ്തിട്ടും വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, 60 ദിവസം കൊണ്ട് നിങ്ങളുടെ ഈ വലിയ സിലബസ് കവർ ചെയ്യണം. അപ്പോൾ കുറച്ച് സ്പീഡിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ സബ്ജക്റ്റും ജനറൽ പാർട്ടും ഒരു 50 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും ഡെയിലി ടോപ്പിക് എക്സാമുകളിൽ ഉണ്ടായിരിക്കുക. 50 മാർക്കിൻ്റെ ഈ 50 മാർക്കിൻ്റെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതോടൊപ്പം ആ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനുകളും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഡെയിലി ടോപ്പിക് എക്സാമുകൾ ഉണ്ടാവും, അതൊരു സബ്ജക്റ്റ് ഉണ്ടാവും, ജനറൽ പാർട്ട് ഉണ്ടാവും. ഇതൊരു 50 മാർക്കിൻ്റെ എക്സാം ആയിട്ടായിരിക്കും നടക്കുന്നത്. മിനിമം 50 ആണ്, ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ കൂടും, നമ്മൾ കൂട്ടാറുമുണ്ട്. അത് പിന്നീട് നോക്കാം. അപ്പോൾ ഇതാണ് ടോപ്പിക് എക്സാമിൻ്റെ കാര്യം. അതിൽ ഓരോന്നിലും നമുക്ക് എക്സ്പ്ലനേഷനുകളും അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം അടുത്തതായിട്ട് നിങ്ങൾ നോക്കൂ, ഇതോടൊപ്പം ഓരോ ആഴ്ചയും റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും. ആ ആഴ്ച പഠിച്ച ടോട്ടൽ കാര്യങ്ങളെ റിവൈസ് ചെയ്യുന്ന റിവിഷൻ എക്സാം, 100 മാർക്കിൻ്റെ റിവിഷൻ എക്സാമുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ 100 മാർക്കിൻ്റെ റിവിഷൻ എക്സാമും അതോടൊപ്പം അതിൻ്റെ എക്സ്പ്ലനേഷനുകളും നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളത് ഓർമ്മയിൽ നിങ്ങൾ വെക്കുന്നു. ശരി, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാഴ്ചയിൽ 6 ദിവസം. അപ്പോൾ 6 ദിവസം ഓരോ ടോപ്പിക് എക്സാമുകൾ വെച്ചിട്ട് നിങ്ങൾ 6 × 50, നിങ്ങൾ അവിടെ 300 ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഒരു റിവിഷൻ എക്സാം, അപ്പോൾ നോക്കൂ, നിങ്ങൾ
അപ്പോൾ 400 ചോദ്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ച പരിചയപ്പെട്ടു. അതോടൊപ്പം ചില ആഴ്ചകളിൽ മോഡൽ എക്സാമുകളും കൂടി വരുമ്പോൾ 400 പ്ലസ് വീണ്ടും ഒരു 100, 500 ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുകളും അതിൻ്റെ എക്സ്പ്ലനേഷനുകളും അനുബന്ധ വസ്തുതകളും നിങ്ങളുടെ പരിചയത്തിലേക്ക് വരുന്നു. അപ്പോൾ എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടും. ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓർക്കണം, PSCയുടെ മാറിയ പുതിയ പരീക്ഷാ ചോദ്യങ്ങളുടെ പാറ്റേൺ നിങ്ങൾക്കറിയാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങളെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ എക്സാം ബാച്ചുകളിൽ. ഇനി അതോടൊപ്പം മോഡൽ എക്സാമുകളും പ്രീവിയസ് ഇയർ എക്സാമുകളും ഉണ്ടാവും. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു നോർമൽ എക്സാമിൻ്റെ, ഒരു PSC എക്സാമിൻ്റെ അതേ മാതൃകയിലുള്ള 100 ചോദ്യങ്ങൾ. അതോടൊപ്പം ആ 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും ലഭിക്കും. അപ്പം കൃത്യമായിട്ട് ഒരു മത്സര പരീക്ഷ നിങ്ങൾ ആ എക്സാം ഹാളിൽ പോയി എഴുതുന്ന അതേ മാതൃകയിലാണ് നിങ്ങൾ ഈ മോഡൽ എക്സാമിനെ സമീപിക്കുന്നത്. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ നോക്കൂ, 100 ചോദ്യങ്ങൾ, ആ കൃത്യമായ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. കാരണം ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്ര ചോദ്യങ്ങൾ, നിങ്ങൾക്കറിയാം നമ്മുടെ ചോദ്യങ്ങൾ വരുമ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റും കൂടി ആവുന്ന സമയത്ത് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ മത്സര പരീക്ഷയിൽ യഥാർത്ഥത്തിൽ വിജയിക്കാനും ഉയർന്ന റാങ്കിലേക്ക് എത്താനും സാധിക്കൂ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനമായിട്ട്. അതോടൊപ്പം നെഗറ്റീവ് മാർക്കിൻ്റെ പ്രശ്നം നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്, നെഗറ്റീവ് മാർക്ക്. അപ്പോൾ ഓരോ മോഡൽ എക്സാമുകൾ എഴുതുന്തോറും നിങ്ങൾക്ക് ഈ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും, എനിക്ക് ഏത് സൈഡാണ് ഞാൻ സ്ട്രോങ്, ഏത് ഭാഗത്താണ് ഞാൻ കുറച്ച് വീക്ക് എന്ന് സ്വയം വിലയിരുത്താനുമുള്ള അവസരമാണ് വരുന്നത്. ഇങ്ങനെയുള്ള ഏറ്റവും മിനിമം നിങ്ങൾ 15 മോഡൽ എക്സാമുകളാണ് നമ്മുടെ ഈ എക്സാം ബാച്ചിലുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 1500 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും എക്സ്പ്ലനേഷൻസും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുന്നു. ഇനി ഓരോ മോഡൽ എക്സാമിന് ശേഷവും അല്ലെങ്കിൽ ഓരോ എക്സാമുകൾക്ക് ശേഷവും നമ്മൾ പറയാറുണ്ട് ഓൾ കേരള റാങ്ക് ലിസ്റ്റ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റാങ്ക് ലിസ്റ്റും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാനം ഇത് സ്വയം വിലയിരുത്താൻ നമുക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എക്സാമുകൾക്ക് ശേഷം ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് എക്സാം അനാലിസിസ് നമ്മുടെ ആപ്പിൽ ലഭിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക്, അതിൽ എത്ര എണ്ണം നിങ്ങൾ കറക്റ്റായി, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര നെഗറ്റീവ് മാർക്ക് വന്നു, ഇത് വളരെ പ്രാധാന്യം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 60 എണ്ണം ശരിയായി എന്ന് വിചാരിക്കുക, എന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർ ഒരു 18 എണ്ണം തെറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ മൈനസ് മാർക്ക് എത്രത്തോളം നിങ്ങളുടെ ടോട്ടൽ മാർക്കിനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ള മാർക്കിൻ്റെ അനാലിസിസ്, അതുപോലെ നിങ്ങൾ എത്ര സമയം എടുക്കുന്നു ഓരോ ഭാഗത്തിന്, നിങ്ങൾ എത്ര സമയം എടുത്തിട്ടാണ് നിങ്ങൾ ഈ ആൻസർ ചെയ്യുന്നത്, ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ ഓരോ മോഡൽ എക്സാം കഴിയും തോറും ടൈം മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതോടൊപ്പം ആക്യുറസി, നിങ്ങൾ ഇതിൽ എത്രത്തോളം അക്യുറേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഓരോ ആൻസറുകളും ചെയ്യുന്നത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എക്സാം അനാലിസിസ് പാർട്ടിൽ നമ്മുടെ ആപ്പിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സവിശേഷതകളും നമ്മുടെ ഈ ഒരു എക്സാം ഓൺലി ബാച്ചിനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഓൾ കേരള റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഈ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ മോഡൽ എക്സാമും പ്രീവിയസ് ഇയർ എക്സാമും ടോപ്പിക് വൈസ് എക്സാമും റിവിഷൻ എക്സാമുകളും ഇത്രയും സവിശേഷതകളെ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനിലൂടെ മുന്നേറുന്ന നമ്മുടെ എക്സാം ഓൺലി ബാച്ചിൻ്റെ ഇപ്പോഴത്തെ ഫീ എന്ന് പറയുന്നത് 999 രൂപയാണ് ഇപ്പോഴത്തെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും സവിശേഷതകളുള്ള എത്രയും എക്സാമുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ അത്രയും നിങ്ങൾക്ക് ഉള്ള ഒരു ഓപ്ഷനാണ് ഈ എക്സാം ഓൺലി ബാച്ച്. അപ്പോൾ ഇത്രയുമാണ് ഈ എക്സാം ഓൺലി ബാച്ചിൻ്റെ ഇപ്പോഴത്തെ ഫീ എന്ന് പറയുന്നത് എന്നുകൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുന്നു. ഈ എക്സാം ഓൺലി ബാച്ചിൽ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും നമുക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ടൈം ടേബിളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി HSST ഇംഗ്ലീഷിൻ്റെ ആദ്യ ആഴ്ചയിലെ ടൈം ടേബിൾ ഒന്ന് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ട് ഡേ 1 അന്ന് മൊഡ്യൂൾ 1 ജോൺ ഡോൺ ആ പറയുന്ന കാര്യങ്ങൾ, ബെറ്റർ മൈ ഹാർട്ടും ആ കാര്യങ്ങളാണ് വരുന്നത്. ഡേ 2 2 എണ്ണം വരുന്നുണ്ട്, മൊഡ്യൂൾ 1 വരുന്നുണ്ട്, അതോടൊപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഡേ 3 മൊഡ്യൂൾ 1 ആണ് വരുന്നത്. മൊഡ്യൂൾ 1 നമ്മൾ കാണുന്നുണ്ട് ജോൺ ഡ്രൈഡന്റെ മാക് ഫ്രെൻസ്കോണും തോമസ് ഗ്രേയുടെ ബാക്കി കൃതികളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡേ 4 അന്നും 2 കാര്യങ്ങളുണ്ട്. മൊഡ്യൂൾ 1 വില്യം ഷേക്സ്പിയറിന്റെ 12th നൈറ്റും വരുന്നുണ്ട്, അതുപോലെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും വരുന്നുണ്ട്.
ഡേ 5 മൊഡ്യൂൾ 1 വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റും ബാക്കി കാര്യങ്ങളും, ഇങ്ങനെ ഡേ 7 വരുമ്പോൾ നിങ്ങൾ ഈ മൊഡ്യൂൾ 1 കാര്യവും അതുപോലെ ഡേ 6 റിനൈസൻസും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ആദ്യ ഒരാഴ്ചയിലെ ടൈം ടേബിൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെ ടൈം ടേബിളിലൂടെ കൃത്യമായിട്ട് വിഭജിച്ചിട്ട് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് നമ്മുടെ HSST എക്സാം ഓൺലി ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ HSST ഇംഗ്ലീഷ് എക്സാം ഓൺലി ബാച്ചിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി.